മസാല മണ്ണിൻ്റെ പരിപാടിയാണ്. മസാല മണ്ണ ഹലോ അസ്സലാമു അലൈക്കും. ഈവനിങ് ഇങ്ങനെയൊക്കെ എല്ലാവർക്കും സുഖമാണ്. അപ്പോൾ നമ്മൾ പിന്നെ കടയിലെത്തി ഇവിടെ ക്യാൻറ്റീനിലെത്തി ഒരു പരിപാടി തുടങ്ങിയാണ്. അപ്പോൾ ഇത് ചായൻ്റെ ഓർഡർ ഉണ്ട്. 10-20 ചായ ഉണ്ടാക്കാനുണ്ട്. നല്ല പാലും കാര്യമൊക്കെ റെഡിയാണ്. പിന്നെ അതൊരു 11:30 ഫുള്ള് കൊടുക്കാം. 100, 150, 250 ചായ ഉണ്ടാക്കാനുണ്ട്. അത് ആദ്യം കടികളൊക്കെ സെറ്റാക്കിയതിന് ശേഷമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ അതിൻ്റെ തകർത്തിയ പരിപാടിയിലാട്ടോ. ഓക്കെ, ഞാൻ ചായക്ക് പാല് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. 200 ചായ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിനോട് ഉണ്ടാക്കാഞ്ഞാൽ ചൂടാത്ത പാത്രം ഉണ്ടാക്കി ഒഴിച്ചാൽ അവിടെ ഇങ്ങോട്ടും നമുക്ക് ഗ്യാപ്പിനനുസരിച്ച് ഉണ്ടാക്കാം. അങ്ങനെ ചായക്കിൽ പാല് വെച്ചിട്ട് തിളച്ചിട്ടാണ് റെഡിയാക്കാൻ. അതിനിടയ്ക്ക് നമ്മൾ കുറച്ച് പൊരിച്ചാനൊക്കെ ഉണ്ടാവും. പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മസാല കൊണ്ട് അതിന് പായമ്പ ഇടാനുണ്ടോ. അങ്ങനെ നമ്മൾ ചായ തിളച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിനിടയ്ക്ക് നമ്മൾ എണ്ണക്കടി പക്കോട അതിൻ്റെ തകർത്ത് നടക്കുന്നുണ്ട്. ചായ ഒരുപാട് ആയിക്കോളും ഞാൻ വെച്ചാണ്. ഞാൻ 10 കൊടുത്താൽ മതി. അങ്ങനെ റെഡിയാക്കാൻ എത്തിക്കുകയാണ്. ചൂടാറൊന്നുമില്ലല്ലോ, എൻ്റെ പാത്രം ചൂടാവില്ല. അപ്പോൾ ഇതിനനുസരിച്ച് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അങ്ങനെ ചായ മുക്കി പോരാട്ടോ. ഇപ്പോൾ പിന്നെ 100 ചായ ആയി. 250 ഉണ്ടാക്കാണ്ട്. മൊത്തം 250 ചായ കേട്ടോ. 100 ചായ പോകുള്ളൂ ചെമ്പല്. ആ 250 ചായ ഉണ്ടാക്കാൻ വേണ്ടി രണ്ടാമത് പാല് വെച്ചിട്ടോ. അതൊക്കെ നമുക്ക് ഏലക്കായൊക്കെ ഒന്ന് കുഷിയാക്കിയാലോ. ഏലക്കായ് പൊടിച്ചതാട്ടത് കൂടി വരുമ്പോൾ ആ ഫ്ലേവറിൻ്റെ ആ ചോയ വരുള്ളൂ. നല്ല ടേസ്റ്റ് കേട്ടാ. സംഗമുണ്ട്. അപ്പോൾ അതിൻ്റെ ചായ കൂടി ഇത് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. വേറെ ഇവിടെ ടീച്ചർമാരെ പരിപാടിയുണ്ട് +2 +1. അപ്പോൾ അവർക്കെല്ലാം 150, അങ്ങനെ 250 ചായ വേറെ 25 ചായയും പറയുന്നുണ്ട്. അതൊക്കെ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ തിരക്കൂടെ ഉണ്ടാക്കണം. അതിൻ്റെ കടി ഉണ്ടാക്കാൻ ഇവിടേക്കുള്ള കടി ഉണ്ടാക്കാനുണ്ട്. ഇനി മേലെ പോയി നോക്ക്. മോളിൽ കൊണ്ടു പോയിട്ട് ചായ എപ്പോഴാണ് കൊണ്ടുവന്ന് ചോദിച്ചു. ചായ റെഡി കേട്ടോ. കൊടുത്ത് പോകുന്നു. അപ്പോൾ ഒരു ചായ കുടിച്ചാൽ ഗ്യാപ്പിട്ട് ചായ കുടിക്കണം. അവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ നമ്മളെ പരിപാടിക്ക് അതിൽ കൂടേണ്ട പരിപാടിയാണ്. അപ്പുറത്ത് പോകാൻ നിൽക്കുകയാണ്. ചായൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞാൽ അപ്പുറത്ത് പോകും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അങ്ങനെ ആ ചായ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മളെ ബാക്കിയുള്ള പരിപാടികൾ നോക്കുകയാണ്. അതായത് ഇനി ഇവരേക്കിൽ ഉണ്ടാക്കാൻ പറ്റും നോക്കട്ടെ. ഗ്യാപ്പ് ഇട്ടാണെങ്കിൽ അതിനിടയിൽ നിന്ന് പരിപാടി പങ്കെടുക്കും വേണം. അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. വേറെ സമയമുണ്ട് അനുസരിച്ചൊക്കെ നമ്മൾ ചെയ്യാം. ഓക്കെ.